നമസ്കാരം, എല്ലാവർക്കും മട്ടൽ സ്നേഹിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഒരു കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വതവേ കുഴിമന്തി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ആണെങ്കിലും ശരി, ബാംഗ്ലൂർ ആണെങ്കിലും ശരി, ഹാഫ്, ക്വാർട്ടർ, അതേപോലെ തന്നെ ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. അതും റേറ്റ് 300-400 ആ ഒരു റേഞ്ചിലും വരും. പക്ഷേ നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന കുഴിമന്തിയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് കുഴിമന്തി. ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം നമ്മളോട് കുറച്ച് പേര് നമുക്ക് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ ബാംഗ്ലൂർ കുഴിമന്തി ഉണ്ട്, എന്താ പറയുക, പുതിയ ആൾക്കാർ വരുന്ന സമയത്തും അതേപോലെ ഇവിടെ ഉള്ള ആൾക്കാർക്കും ഇപ്പോൾ അറിയത്തില്ല. അപ്പം അവരിപ്പോൾ നമുക്ക് എന്താ പറയുക, 100 റുപ്പീസിന് അൺലിമിറ്റഡ് കുഴിമന്തിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത്ര ദിവസത്തേക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ഡേറ്റും കാര്യങ്ങളൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല. അൺലിമിറ്റഡ് കുഴിമന്തിയാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയിട്ട് കുഴിമന്തി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നും. മലയാളീസിൻ്റെ ഷോപ്പാണ് ഇത്. ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിവാളയാണ്. മടിവാള തന്നെ ഏറ്റവും കൂടുതൽ മലയാളീസ് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ എത്തിക്കണം. ഓക്കെ. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ദമ്മ പൊട്ടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഫസ്റ്റ് കഴിച്ച് നോക്കാൻ പോകുന്നത് മലബാർ ദം ബിരിയാണിയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. 2 ചിക്കൻ പീസൊക്കെ ആയിട്ട് നല്ല ക്വാണ്ടിറ്റിയുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ കിട്ടുന്ന ബിരിയാണികളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് കളറുള്ള ബിരിയാണികളാണ് അധികം ഉണ്ടാവാറ് ബാംഗ്ലൂർ വന്നത്. പക്ഷേ ഇത് ഒറിജിനൽ ദം പൊട്ടിക്കുന്ന, അതായത് ദം വെച്ച് പൊട്ടിച്ചിട്ട് ബിരിയാണി തന്നെയാണ്. എന്തായാലും നമുക്കൊന്നൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കുന്നത്. ഓക്കെ. നമ്മളെ കോഴിക്കോട് മലബാർ ഏരിയയിൽ കണ്ടുവരുന്ന ഒരു ടേസ്റ്റുള്ള ബിരിയാണിയാണ്. കാരണം 100 രൂപയ്ക്ക് ഇത്രയും നല്ല ബിരിയാണി കിട്ടുകയെന്ന് പറയുന്നത് ബാംഗ്ലൂർ എന്തായാലും കിട്ടത്തില്ല. ബാംഗ്ലൂർ 120-150 ആ റേഞ്ചൊക്കെ എന്തായാലും ബിരിയാണി കിട്ടുള്ളൂ. അതേപോലെ സാലഡ് ഉണ്ട്. ഒരു ബിരിയാണി
അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുഴിമന്തിയാണ് ടേസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ സ്പെഷ്യൽ കുഴിമന്തിയാണ്, അറേബ്യൻ കുഴിമന്തിയാണ്. അപ്പം നമ്മളിവിടെ വന്ന് കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞു, ഒരു അരമണിക്കൂർ ടൈം എടുക്കും എന്തായാലും മന്തി റെഡിയാണ്. അതിന് മുന്നേ നമ്മളോട് ഒന്ന് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതേപോലെ പോത്ത് ബിരിയാണി ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ കഴിക്കും. അത് നമുക്കിത് രണ്ടൊന്ന് കഴിച്ച് നോക്കാം. ഇവിടുത്തെ ചിക്കനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്, അതേപോലെ നല്ല വെന്ത് ഈ എല്ലിൻ്റെ മുകളിൽ അങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഇതിലാണുള്ളത്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പോത്ത് ബിരിയാണി ടേസ്റ്റ് ആണെന്ന് പറയുന്നത്, പക്ഷേ പിന്നെ ഒരു ദിവസമാക്കാം. അങ്ങനെ എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവത്തില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ മലബാർ ദം ബിരിയാണിയും അതേപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള അറേബ്യൻ കുഴിമന്തിയാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ നമ്മളെ കുഴിമന്തി എത്തിയിട്ടുണ്ട്. ഇത് 2 പോർഷൻ ചിക്കൻ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഒരു പോർഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ചിക്കൻ പീസും പിന്നെ അൺലിമിറ്റഡ് റൈസുമാണ് പറയുന്നത്. ഇതുണ്ടല്ലേ, ഫുള്ള് ഡെക്കറേറ്റൊക്കെ ചെയ്താണ് സാധനം വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈസൊക്കെ അങ്ങനെ ഉണ്ട്, നല്ല വലിപ്പമുള്ള ചിക്കൻ പീസൊക്കെ കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ കൂടെ മയണൈസ് ഉണ്ട്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസും കിട്ടിയിട്ടുണ്ട്. അപ്പം കുഴിമന്തി കഴിക്കണ എന്തായാലും ടൊമാറ്റോ സോസ് നിർബന്ധമാണ്. നല്ല ചൂടുണ്ട്, ചൂടോടെ കിട്ടിയത് മയണൈസ്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ ചിക്കൻ ബിരിയാണി കഴിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്നും നല്ലപോലെ, അതായത് എല്ലിൻ്റെ മേലെ നിന്ന് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ അടർന്ന് പോരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ടേസ്റ്റുള്ള മസാലയൊക്കെയാണ് മിക്സ് ചെയ്ത് അടിപൊളി. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, ഉപ്പും കൂടുതലുമില്ല കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. ഏറ്റവും ഭാഗത്ത് തന്നെയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അറേബ്യൻ മന്തി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഓണറായ ഇക്കൻ്റെ പേരെന്തായിരുന്നു? ഷെബിൻ ഖാണിത്. അപ്പോൾ ഇവരിവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ മന്തിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടില്ലേ, ടേസ്റ്റും കാര്യങ്ങളായിട്ടുള്ള മന്തിയും ഉണ്ട്, അതേപോലെ ബിരിയാണിയും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ എന്താ പറയുക, അത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്? നിങ്ങൾക്ക് ആൾ കൂടുതൽ വരുന്നതാണ്, ക്വാണ്ടിറ്റി കൂടുതൽ വെച്ചിട്ട് ആളെണ്ണം കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. നല്ല റേറ്റ് ആണ്. അതെ, നമ്മൾ മലയാളീസിനെ ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന മന്തി ഞാനിവിടെ നോക്കി കുറേ, പക്ഷേ എവിടെയും കണ്ടതുമില്ല. അതേപോലെ തന്നെ റേറ്റുമാണ് വളരെ കൂടുതലാണ്. അപ്പോഴാണ് ഇങ്ങനെ ഇതുണ്ടെന്നും, അതേപോലെ തന്നെ നമുക്ക് മലയാളീസ് ഏറ്റവും കൂടുതൽ വീക്കെൻഡിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നൈറ്റ് ആണെങ്കിലും ഒക്കെ കഴിക്കാൻ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പം ഇവിടെ ബാംഗ്ലൂരിൽ മലയാളി കൂടി വരുന്ന സ്ഥലമാണ്. അതേപോലെ ബസ്സൊക്കെ ഇവിടെ തന്നെയാണ് നിർത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളീസ് ഇവിടെ വരികയും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് കുറച്ച് റേറ്റിലാണ് സാധനം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം.
അപ്പോൾ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ